അവള് മുഖ്യാതിഥി. അവളെ കുറിച്ച് പറയാൻ 100 നാവുകള്. ഫോട്ടോ എടുക്കാൻ ആൾക്കാർ മത്സരിക്കുന്നത്. അതിനെന്താ, അവൾക്ക് കിട്ടിയ ജീവിതം അവൾ ആസ്വദിക്കട്ടെ. ഓ ആയിക്കോട്ടെ. എടാ, ഇന്ന് ഞാൻ അവളുടെ മുന്നിൽ ജയിച്ചേനെ. അവൾക്ക് പകരം നിന്റെ കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നെങ്കിൽ, കല്യാണി കൈ ചേർത്ത് പിടിച്ച് ഇതാണ് എന്റെ അമ്മയെന്ന് ഒന്ന് പറഞ്ഞിരുന്നെങ്കില് ഞാൻ അവളുടെ മുന്നിൽ തല ഉയർത്തി തിന്നേനെ. ഇല്ലേടാ? എടാ മക്കളെ, ഹരി, അവൾ ആഗ്രഹിച്ചാൽ അവള് നേടി. എടാ, തോറ്റുപോയത് നീയല്ലേ? എടാ, ജീവിതം എന്താണെന്ന് നീ അറിഞ്ഞിട്ടുണ്ടോ? സുഖമോ സന്തോഷമോ എന്തെങ്കിലും നീ അറിഞ്ഞിട്ടുണ്ടോ? ഉണ്ടോടാ? അമ്മാവനും കല്യാണി എനിക്ക് സന്തോഷം തരുന്നില്ലേ? നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നില്ലേ? അതെനിക്ക് സുഖമല്ലേ? പോരെ മോനെ, നിനക്ക് ഭാര്യയായിട്ട് ഒരുത്തി വേണം. അതെന്റെ വാശിയ. നിന്നെ എന്നെ ചതിച്ചുള്ള വാശി. എടാ, നിനക്ക് ഞാൻ 10 or 100 പെൺകുട്ടികളെ കാണിച്ചു തരാം. അതിൽ ഒരാളുടെ കാര്യത്തിൽ മാത്രം നീ തലയാട്ടിയാൽ മതി. ഈ അമ്മാവൻ സന്തോഷത്തോടെ അത് നടത്തിത്തരും. അല്ല, അത് അത്ര നിർബന്ധമാണെങ്കിൽ അമ്മാവൻ വേറെ പെണ്ണുങ്ങളെന്ന് അന്വേഷിക്കണ്ട. പത്മൻ ടീച്ചറോടൊന്ന് സമ്മതം ചോദിച്ചാൽ മതി. എന്നാ നീ പറഞ്ഞേ? എടാ, അമ്മാവൻ എപ്പോഴും പറയാറുണ്ടല്ലോ, അമ്മാവൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പെൺകുട്ടി പത്മൻ ടീച്ചറാണെന്ന്. അങ്ങനെ ഒരാൾ ഈ വീട്ടിൽ വരുന്നെങ്കിൽ വരട്ടെ. നീ ഒന്ന് പറഞ്ഞു കിട്ടാൻ വേണ്ടിട്ടാ ഞങ്ങൾ കാത്തിരുന്നത് എല്ലാരും. ഇനി എന്താ എനിക്ക് നോക്കാനുള്ളത്? ഇത് ഞാൻ നടത്തി തരാം. ഞാൻ നടത്തി തരും. എനിക്ക് സന്തോഷായടാ പോലെ. പത്മ നിനക്ക് ചേർന്ന പെണ്ണാടാ. ഇനിയുള്ള നിന്റെ ജീവിതം അവളുടെ കൂടെയാ. നീ പത്മയുടെ കൈയും പിടിച്ച് ആ വീണയുടെ മുന്നിൽ പോയി നിന്നാണ്ടല്ലോ, നിന്റെ അമ്മ വീണയുടെ മുന്നിൽ രാജാവാ, രാജാവ്.